ഏട്ടനും കൂടെ അമ്പലത്തിൽ പോവാൻ. നീ വരുന്നുണ്ടോ? അയ്യോ ഇല്ല ചേച്ചി, എനിക്ക് ഇന്നലെ തന്നെ ട്രെയിനിൽ വന്നത് ഒരേ ടയേർഡായിട്ടുണ്ട്. ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ, നിങ്ങൾ പോയിട്ട് വരി. ആ ശരിയെന്നാ. പിന്നെ ഞാൻ റിയാനെ കൂട്ടിക്കൊണ്ട് പോകുന്നില്ല. അവളെ കൂട്ടിക്കൊണ്ട് പോയാൽ അവൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാത്തതൊക്കെ മേടിക്കും. അതുകൊണ്ട് അവള് വീട്ടിൽ തന്നെ ഉണ്ട്. നീ അവളൊന്ന് നോക്കിക്കോട്ടാ. ഹോ അങ്ങനെ. അപ്പൊ റിയ കുട്ടിനെ ഇവിടെ വീട്ടിലാക്കിയിട്ട് നീയും ഏട്ടനും കൂടെ ഒറ്റയ്ക്ക് പോയി ജോലി അടിക്കാൻ പറഞ്ഞിട്ടാണോ? ഇടി പ്രാന്തി, ഞങ്ങൾ അമ്പലത്തിക്കാടി പോകുന്നത്, ജോലി അടിക്കാനൊന്നും അല്ല. ഓ പിന്നെ ആർക്കറിയാം ഇപ്പൊ നിങ്ങൾ അമ്പലത്തിക്ക് തന്നെ പോകുന്നുള്ളത്. ശരി ശരി, നടക്കട്ടെ നടക്കട്ടെ. എടി എന്നാ ശരി, നീയും കൂടെ വാ. ഞങ്ങൾ എവിടേക്കാ പോകുന്ന ഒന്ന് കാണുവാ. ഓ വേണ്ട വേണ്ട, ശരി ശരി. എന്ത് തന്നെ ആയാലും റിയ കുട്ടി ഉള്ളത് കൊണ്ട് രണ്ടുപേർക്കും ഒറ്റയ്ക്ക് എവിടെയും പോകാനുള്ള സമയം കിട്ടുന്നില്ലല്ലോ. ഇപ്പൊ ഞാനുണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ പോയി സമാധാനത്തിൽ ജോലി അടിച്ചിട്ട് മെല്ലെ വന്നാ മതി കേട്ടോ. എടി നീ എന്ത് വേണേ വിചാരിച്ചോ, ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് ഇപ്പൊ എത്തും. പിന്നെ അമ്മാച്ചിയും കൂടെ ഉണ്ട്, അമ്മാച്ചി നോക്കിക്കോളും. എന്നാലും ചിലപ്പോ അമ്മാച്ചി കിടന്ന് ഉറങ്ങും. അതുകൊണ്ട് നീ അവളെ ഒന്ന് നോക്കിക്കോട്ടോ. ഞാൻ നോക്കിക്കോളാം ചേച്ചി, നീ സമാധാനത്തിൽ പോയിട്ട് വാ. ഓ ശരിയടി, എന്നാ നീയും കൂടെ നോക്കിയിരിക്കി, ഞങ്ങൾ വരാം. ശരി ശരി, പോയിട്ട് വാ. ചേച്ചി ഏട്ടനും കൂടെ പോയി. ഇനി റിയ കുട്ടീനെ നോക്കണം. അമ്മാച്ചി ഒന്ന് കിടന്ന് ഉറങ്ങുമ്പോഴേക്ക് വേഗം ചെന്ന് കുളിച്ചിട്ട് വരാം. അതിന്റെ ശേഷം റിയ കുട്ടീന്റെ കൂടെ തന്നെ ഇരിക്കാലോ. ആ റിയ കുട്ടി, ചാച്ചു വന്നോ? ഹോ മേടിച്ചിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇതാ അമ്മൂസിന് ചോക്കി. ഇത് മഞ്ചല്ലടാ, ഡയറി മിൽക്ക്. ശരി, ഏതോ ഒന്ന് കഴുകി. പിന്നെ നിന്റെ ശൈലമേമ്മ വന്നാ? ഇന്നലെ എത്തിയോ? അപ്പൊ ഞാൻ തന്നെ ലേറ്റാ. ശരി, ലേറ്റ് ആണെങ്കിലും നമുക്ക് ലേറ്റസ്റ്റ് ആക്കാം. വാ. ഇല്ലല്ല, ഇത് രണ്ടും ഉണ്ണി തന്നെ കഴിച്ചോ. മേമയ്ക്ക് ചാച്ചു വേറെ ചോക്കി വെച്ചിട്ടുണ്ട്, അത് ചാച്ചു മേമയ്ക്ക് കൊടുത്തോളാം. ഇത് നീ കഴിച്ചോ. അത് മേമന്റെ അടുത്ത് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. നിന്റെ മേമ എവിടെ? ശരി വാ, പോയി മേമനെ കാണാം. പിന്നെ നിന്റെ അച്ഛനും അമ്മ എവിടെ? ഓ സൂപ്പർ, അപ്പൊ കറക്റ്റ് സമയത്തിന് തന്നെ ഞാൻ എത്തിയിരിക്കണേ. ശരി വാ, നമുക്ക് പോയി മേമനെ കാണാം. അമ്മുസേ, ഈ റൂമിലല്ലേ നിന്റെ മേമ ഉള്ളത്? ഓക്കെ, അപ്പൊ നീ ഇവിടെ തന്നെ നിൽക്കട്ടോ. ഞാൻ അകത്ത് ചെന്ന് മേമനെ കണ്ടിട്ട് വരാം. അതല്ലടാ അമ്മുസേ, ചാച്ചുവിന് മേമനെ കൊണ്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അത് സംസാരിച്ചിട്ട് വരാ. നീ ഇവിടെ നിക്ക്. അയ്യോ അമ്മൂസേ, ശരി. ചാച്ചു എന്നാ ചോക്കി എവിടെ? ഹോ, റിയാക്കുട്ടി പോയി. ശൈലു, ഇതാ ഞാൻ വരുന്നുണ്ട്. ചേച്ചി അപ്പോഴേക്ക് എത്തിയാ? ചേച്ചി നിക്ക്, ഞാൻ അകത്ത് ലോക്ക് ആക്കിയിട്ടുണ്ട്. ഒരു മിനിറ്റ് തുറക്കാവേ, നിക്ക്. ഹോയ്. എടാ നീയാണോ? പിന്നെ ഞാനല്ലാതെ വേറെ ആരും നിന്റെ റൂമിലേക്ക് വരും? ആ, അതിങ്ങനെ വിടാൻ പറ്റും? നിന്നെ കണ്ടിട്ട് എത്ര ദിവസമായി. അത്ര പെട്ടെന്ന് ഞാൻ വിടില്ല. എടാ ഇപ്പൊ നീ വിടുന്നുണ്ടോ ഇല്ല ഞാൻ അമ്മാച്ചിനെ വിളിക്കട്ടെ? എടി, ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഓടോടി വന്നാ നീ അമ്മാച്ചിനെ വിളിക്കുന്നാണോ പറയണേ? ഈ ഷൈലു, സത്യം പറയ്, ഞാൻ വരുന്ന നീ എക്സ്പെക്ട് ചെയ്തില്ല? ഇല്ല. ഹോ, അപ്പൊ ഞാൻ പോട്ടെ? എനിക്കെന്ത്? എടി കള്ളി, പോന്ന് നിന്റെ വായി മാത്രമോ പറയുന്നത്. പക്ഷെ നിന്റെ കണ്ണ് എന്നെ വിട്ട് പോവല്ലേന്ന് പറയണു. ഒന്നും പറയുന്നില്ല, പോടാ. എടി, നീ പോടാന്ന് പറഞ്ഞാലും ഞാൻ പോവില്ല. നീ ഇവിടെ ഉള്ളവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ബിക്കോസ് ഐ ലവ് യു ബേബി. ഒന്ന് പോടാ പ്രാന്താ. ചങ്കുലക്കണ ചോദ്യമിതെന്റെ തീരിക്കണൊരാധിയുമെന്റെ നമ്മൾ രണ്ടും രണ്ടായെന്നാൽ ലോകം തീരില്ലേ? ചിയോദിക്കാവിളത്തിരിളക്ക് കൊളുത്തി നാടറിഞ്ഞൊരു താലിയും കെട്ടി കയ്യിൽ കൈയും കോർത്തും കൊണ്ടേ കൂടെ കൂട്ടും ഞാൻ. മഴവിൽ ചന്തമേ നീ
തന്താനേ തന്താനേ തന്താനേ. ചേട്ടാ കുളിത്തേക്കിട്ടവനെ. അമ്മച്ചി ഇത് നോക്കി എന്താ കാണിക്കുന്നെന്ന്. ഞാൻ കണ്ട പോലെ എടാ കുളിത്തേക്കിട്ടവനെ എന്ത് വേഷമാണ് നീ കാണിക്കുന്നത്? അയ്യോ സിമ്രൻ, വെറുതെ എപ്പോ വന്നെന്ന് ചോദിച്ചതാ, വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അയ്യോ ഇല്ല അമ്മച്ചി, ഇവനെന്നെ. എടി എടി, ഞാൻ എന്താ ചെയ്തത്? ഹേ സിമ്രൻ, അവള് പറയണ പോലെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എടാ കള്ള, നിന്നെ കുറിച്ച് എനിക്ക് അറിയാം. നിക്കടാ, ആ വടി എടുക്ക്. അമ്മച്ചി പോയി ആ വടി എടുത്തിട്ട് വാ, ഞാൻ ഇവനെ പിടിച്ചു വെച്ചോളാം. എന്ത്? അതിൽ ഞാൻ നിന്നാലല്ലേ, ഒന്ന് പോടി. ബായ് സിമ്രൻ. ശരിയായ കള്ള കുറവിനാണ് ഇവൻ. ശൈലുമോളെ, നീ ഇവനെ കൊണ്ടൊന്ന് നോക്കിയിരിക്കി. നീ വന്നെന്ന് അറിഞ്ഞിട്ടായിരിക്കും അവൻ വന്നത്. എന്നാലും അവൻ ഓടിപ്പോയല്ലോ. പോട്ടെ അവൻ എവിടെ പോവും? ഇവിടെ തന്നെ ഉണ്ടാവുള്ളൂ. അവന്റെ ഏട്ടൻ വരട്ടെ, എന്നിട്ട് അവന് ഞാൻ പറഞ്ഞു കൊടുക്കാം. വെറും കള്ളൻ. ഭ്രാന്തൻ. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോയിലേക്ക് ഒരു ലൈക്ക് ഇടണം. വീഡിയോ എങ്ങനെയുണ്ടെന്ന് മറക്കാതെ കമന്റ്സിൽ പറയണം. വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. റിയ കുട്ടി നിങ്ങളെ കാണാൻ നാളെ വരാം ട്ടോ. ബൈ.